അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പോയിന്റ് വായിക്കാം. 3. ദേവാലയ പരിശുദ്ധിക്ക് അനുയോജ്യമായ മാന്യമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് ഫോട്ടോഗ്രാഫേഴ്സ് അഥവാ വീഡിയോഗ്രാഫേഴ്സ് ദേവാലയത്തിൽ പ്രവേശിക്കേണ്ടത്. അവർ മദ്ബഹയിൽ പ്രവേശിക്കാൻ പാടില്ല. ചിലർ നല്ല ആംഗിൾ അഥവാ നല്ല ഫ്രെയിം കിട്ടാൻ വേണ്ടി മദ്ബഹയിൽ കയറി ഫ്രെയിം വെക്കാൻ നോക്കുന്ന ഒരു പരിപാടിയുണ്ട്. ആ പരിപാടി അത് ഇവിടെ വേണ്ടാവേ. പരിശുദ്ധ കുർബാനയിൽ ശുശ്രൂഷകരും പുരോഹിതരും ജനങ്ങളും നിൽക്കുന്നത് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ഇടങ്ങളിലാണ്. അത് ഫോട്ടോഗ്രാഫേഴ്സ് ബ്രേക്ക് ചെയ്യാൻ ഇടയാവരുത്. അത് തെറ്റാണ്. ഇനി 4ാമത്തെ പോയിന്റ്, തിരുക്കർമ്മങ്ങൾ കൃത്യസമയത്ത് ആരംഭിക്കുന്നതിന് ഫോട്ടോഗ്രാഫേഴ്സ് അഥവാ വീഡിയോഗ്രാഫേഴ്സ് തടസ്സമാകരുത്. വളരെ അത്യാവശ്യമായുള്ള ഫോട്ടോകൾ മാത്രം തിരുക്കർമ്മങ്ങൾക്കിടയിൽ എടുക്കാൻ ശ്രദ്ധിക്കണം. വചനവ്യാഖ്യാനം തടസ്സപ്പെടുത്തിക്കൊണ്ട് ചിത്രീകരണം പാടില്ല. തിരുക്കർമ്മങ്ങൾ ആരംഭിക്കുന്നതിന് മുൻപ് ഫോട്ടോ എടുത്ത് കൃത്യസമയത്ത് പരിശുദ്ധ കുർബാന നടക്കാതെ വൈകുന്ന വിവാഹങ്ങൾ ഒത്തിരിയുണ്ട്. അങ്ങനെയുള്ള വിവാഹങ്ങളിൽ പങ്കെടുക്കാനും ഇവിടെ വന്നിട്ടുണ്ട്. അത് വേണ്ട. കാരണം നടക്കാൻ പോകുന്ന തിരുക്കർമ്മങ്ങൾക്കാണ് പ്രാധാന്യം. അത് കഴിഞ്ഞും ഫോട്ടോസ് എടുക്കാമല്ലോ. പിന്നെ സമയം അതിന് എല്ലാവർക്കും വിലയുള്ളതാണ്. അതുപോലെ വൈദികൻ വചനവ്യാഖ്യാനം നൽകുന്ന സമയത്ത്, അതായത് പ്രസംഗ സമയത്ത് പ്രസംഗത്തിന് തടസ്സമായി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുള്ള ചറപറ ഫോട്ടോ എടുപ്പ് അത് വേണ്ട. കാര്യം അതൊരു പരിധി കഴിയുമ്പോൾ ബുദ്ധിമുട്ടാകും. ഇവിടെയും ഒരു പോയിന്റ് ഉണ്ട്, വചനവ്യാഖ്യാനം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള ചിത്രീകരണം പാടില്ല എന്നാണ്. അല്ലാതെ നമുക്ക് ഫോട്ടോ എടുക്കാം. ചിലർക്ക് അച്ഛൻ്റെ പുറകിൽ നിന്ന് ജനങ്ങളുടെ ഫോട്ടോ എടുക്കാൻ തോന്നിയാൽ അങ്ങനെയുള്ളതൊന്നും വേണ്ട എന്നാണ്. ഇനി 5ാമത്തെ പോയിന്റ്, തിരുക്കർമ്മങ്ങളുടെ ഫോട്ടോയും വീഡിയോയും എടുക്കുമ്പോൾ തിരുക്കർമ്മങ്ങളോടും ദേവാലയത്തോടും യാതൊരു അനാദരവും ഉണ്ടാവാൻ പാടില്ല. അത് അതിൽ തന്നെ വ്യക്തമാണ്. അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നടന്നോ വരുന്ന അവിടെ അർപ്പിക്കപ്പെടുന്ന തിരുക്കർമ്മങ്ങളിൽ യാതൊരു ബഹുമാനവും കൂടാതെയോ ഫോട്ടോ എടുക്കാൻ പാടില്ല.